നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അത്ഭുതകരമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. യാഗന്തി ക്ഷേത്രം. പ്രകൃതിയുടെ മധ്യത്തിൽ മലകളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവീക സാന്നിധ്യം. ഈ വീഡിയോയിൽ നമ്മൾ ഈ സ്ഥലത്തിന്റെ ചരിത്രവും അത്ഭുതങ്ങളും പ്രകൃതി സൗന്ദര്യവും എല്ലാം കണ്ടറിയാം. കർണൂൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ അനുഭവപ്പെടും. ചുറ്റും പാറമലകൾ, ശാന്തമായ അന്തരീക്ഷം, പ്രകൃതിയുടെ സൗന്ദര്യം എല്ലാം ചേർന്ന് ഒരു സിനിമാറ്റിക് അനുഭവം. റോഡ് യാത്ര വളരെ സുന്ദരമാണ്, പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ സായാഹ്ന സമയങ്ങളിൽ. ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ആകർഷിക്കുന്നത് ഇവിടെയുള്ള മലകളും പാറകളുമാണ്. പ്രകൃതിയുടെ കൈപുണ്യത്തിൽ രൂപപ്പെട്ട ഈ സ്ഥലം കാണുമ്പോൾ അത്ഭുതം തോന്നും. ഇവിടെയുള്ള ശാന്തതയും കാറ്റിന്റെ ശബ്ദവും നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ശൈലി വളരെ വ്യത്യസ്തമാണ്. ഒരു ഗുഹയുടെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് പ്രധാന ക്ഷേത്രം. അകത്ത് കയറുമ്പോൾ തണുപ്പും ശാന്തതയും അനുഭവപ്പെടും. ശ്രീ ഉമാമഹേശ്വര സ്വാമിയാണ് ഇവിടെ പ്രധാന ദേവൻ. ശിവനും പാർവതിയും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്നത് ഇവിടെ പ്രത്യേകതയാണ്. കല്ലിൽ കൊത്തിയ ശില്പങ്ങളും പുരാതന ശൈലിയും കാണുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയുള്ള ഏറ്റവും വലിയ അത്ഭുതം നന്ദി വിഗ്രഹമാണ്. പറയപ്പെടുന്നത് ഈ നന്ദി വിഗ്രഹം വർഷങ്ങൾക്കൊപ്പം വലുതാകുന്നു എന്നതാണ്. മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ സ്ഥലമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നന്ദിയുടെ വലിപ്പം കാരണം അത് കുറഞ്ഞുവെന്നാണ് വിശ്വാസം. ഇത് ശാസ്ത്രജ്ഞർക്കും ഒരു മിസ്റ്ററിയാണ്. ഭക്തർക്കായി ഇതൊരു ദൈവീക അത്ഭുതം തന്നെയാണ്. ക്ഷേത്രത്തിനടുത്തുള്ള പുഷ്കരിണി വളരെ പ്രസിദ്ധമാണ്. ഇവിടെയുള്ള വെള്ളം എല്ലായ്പ്പോഴും ശുദ്ധവും തണുപ്പുമാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ശൈലി വളരെ വ്യത്യസ്തമാണ്. ഒരു ഗുഹയുടെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് പ്രധാന ക്ഷേത്രം. അകത്ത് കയറുമ്പോൾ തണുപ്പും ശാന്തതയും അനുഭവപ്പെടും. ശ്രീ ഉമാമഹേശ്വര സ്വാമിയാണ് ഇവിടെ പ്രധാന ദേവൻ. ശിവനും പാർവതിയും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്നത് ഇവിടെ പ്രത്യേകതയാണ്. കല്ലിൽ കൊത്തിയ ശില്പങ്ങളും പുരാതന ശൈലിയും കാണുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.